ജമ്മുകശ്മീരിലും ഓപ്പറേഷൻ താമരയ്ക്ക് ബിജെപി ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള. അഭിഭാഷകനായ ബിജെപി നേതാവ് നാഷണൽ കോൺഫറൻസ് എംഎൽഎമാരെ സമീപിച്ച് 20 മുതൽ 30 കോടി വരെ വാഗ്ദാനം ചെയ്തുവെന്ന ഗുരുതര ആരോപണമാണ് ഒമർ അബ്ദുള്ള ഉയർത്തിയിരിക്കുന്നത്. ജമ്മുകശ്മീരിന് സംസ്ഥാന പദവിയും എംഎൽഎമാർക്ക് മന്ത്രിസ്ഥാനവും അടക്കം വാഗ്ദാനം ചെയ്തുവെന്നും പിൻവാതിലൂടെ അധികാരത്തിലെത്താൻ ബിജെപിക്ക് കഴിയില്ല എന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിലിപ്പോൾ ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ താമരയ്ക്കുള്ള ശ്രമം നടക്കുന്നതായി ഒമർ അബ്ദുള്ള ആരോപണം ഉന്നയിക്കുന്നു. എന്ത് തെളിവുകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്? അതിനോട് ബിജെപി നേതൃത്വം പ്രതികരിച്ചോ? അതിൽ സമീപകാലത്ത് ഓപ്പറേഷൻ താമര നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടു, പിന്നീട് മഹാരാഷ്ട്ര ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലും കണ്ടു. അതിനുശേഷം ജമ്മുകശ്മീരിലേക്ക് ബിജെപി നേതാക്കൾ എത്തുകയാണ് എന്ന ആരോപണമാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് അതിരൂക്ഷമായ വിമർശനം കൂടിയാണ് ബിജെപിക്ക്. ബിജെപി ഭരണം അട്ടിമറിച്ച് അധികാരം പിടിക്കാനുള്ള ശ്രമം ജമ്മുകാശ്മീരിലും നടത്തുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. 30 കോടി രൂപയാണ് ഓരോ എംഎൽഎമാർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവണതയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നതാണ് ഒമർ അബ്ദുള്ളയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ സംസ്ഥാന പദവി ജമ്മുകാശ്മീരിന് ലഭ്യമാക്കും. ഒപ്പം തന്നെ മറുകണ്ഠം ചാടുന്ന എംഎൽഎമാർക്ക് മന്ത്രി പദവി കൂടി നൽകും ബിജെപി അധികാരത്തിൽ വന്നാൽ എന്ന വാഗ്ദാനമാണ് നൽകുന്നത് എന്ന് ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. അതിനുള്ള ചില നീക്കങ്ങൾ ബിജെപി ജമ്മുകാശ്മീരിൽ നടത്തുന്നുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഏതായാലും ബിജെപിയുടെ പ്രതികരണം വരുന്നു. ഇപ്പോൾ പറയുന്നതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഭരണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ നിന്നാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണത്തെ കാണേണ്ടത് എന്ന ബിജെപിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ ബംഗാളിനും ഒപ്പം മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് ശേഷം എൻസിയിലേക്ക് നാഷണൽ കോൺഫറൻസ് എന്ന ജമ്മുകശ്മീർ ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ബിജെപി എത്തുമോ ഓപ്പറേഷൻ ലോട്ടസുമായി എന്ന ചോദ്യം ഉയരുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.